ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ റിംഗ് ഇയറിങ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം. ആദ്യം ഇതേപോലെ കുറച്ച് റെഡിമെയ്ഡ് റിങ് വാങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കടകളിൽ നിന്നും വാങ്ങാം, അല്ലാതെ ഷോപ്സി മീഷോയിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണ ടൈപ്പ് റിംഗ് ആണ്, പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല. ഇതിൻ്റെ സിൽവറും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഇതിങ്ങനെ ഫുൾ ഡിസൈൻ ആയിട്ട് വരും. ഇത് നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്, പക്ഷേ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇതല്ലാതെ ഇങ്ങനെ അങ്ങ് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് പക്ഷേ ഷോപ്സിൽ ഞാൻ കണ്ടില്ല, ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കടകളിലൊക്കെ കിട്ടും. പിന്നീട് ഇതുപോലെ കുറച്ച് ബീഡ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ജംപ് റിങ്സും ഹെഡ് പിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇയർ വയേഴ്സും. പിന്നെ ഇതാണ് ആർട്ടിസ്റ്റിക് വയർ. സിൽവർ കളറും എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഒരെണ്ണം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഗോൾഡൻ റിങ് എടുക്കാം, ഇതുപോലെ. പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് ഇതേപോലത്തെ ഷെൽസ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈൻ ഞാൻ നോക്കി, പക്ഷേ എനിക്കിത് കിട്ടിയില്ല. കടയിൽ നിങ്ങൾക്കിത് കിട്ടും, പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ പൊട്ടിയിട്ടായിരിക്കും വരുന്നത്. ഇതിന് ഇതുപോലെ ഹോള് കാണും. അപ്പോൾ എന്തായാലും നമുക്കിത് കുറച്ച് 2 കമ്മലിലേക്കും വേണ്ടിയിട്ട് കുറച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഇതുപോലെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് വൈറ്റ് ബീഡ്സ് ആണ്. ഇതുപോലെ ഞാൻ കുറച്ച് വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വലുതും ചെറുതും എടുത്തിട്ടുണ്ട്. രണ്ടറ്റത്തും ഇടാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ഇതേപോലെ സ്വർണ്ണ കളറുള്ള ബീഡൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് വരുന്ന റിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്, ഇതിൻ്റെ അറ്റം. അപ്പോൾ നമുക്ക് പാടാണ്, മുത്ത അതിനകത്ത് കയറത്തില്ല. അപ്പോൾ ഇതുപോലെ പ്ലെയർ എടുത്തിട്ട് ഇത് കുറച്ച് നേരെ ആക്കണം. ഇത് നേരെ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇതേപോലെ ആദ്യം സ്വർണ്ണ കളറുള്ള മുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇതിനകത്ത് കയറും. ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ കുഞ്ഞ് 2 വൈറ്റ് മുത്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ മുത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഷെല്ലിൻ്റെ ഒരെണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു വലിയ മുത്തിട്ട് കൊടുക്കാം. പിന്നീട് വീണ്ടും ഷെല്ല്, വീണ്ടും ഒരു മുത്ത്, വീണ്ടും ഷെല്ല്. ഇത്രയാണ് ഞാനിതിൽ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതുപോലെ ഷെൽസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കിതിപ്പോൾ ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു വലിയ മുത്തിട്ട് കൊടുക്കാം. പിന്നീട് 2 വൈറ്റ് കുഞ്ഞുമുത്ത്, പിന്നെ 3 ചെറിയ ഗോൾഡൻ മുത്തിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്കിതിൻ്റെ അറ്റം പ്ലെയർ വെച്ചിട്ട് ആദ്യം ഇരുന്ന കണക്ക് തന്നെ ആക്കാം. അപ്പോൾ ഇത് ഇളകി പോവില്ല, ഇങ്ങനെ ഫിക്സ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാരണം നമുക്കൊരു ട്രിക്ക് ചെയ്യാം. നമുക്കിതുപോലെ ഗോൾഡൻ ആർട്ടിസ്റ്റിക് വയർ എടുത്തതിന് ശേഷം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ 2 അറ്റത്ത് നമുക്ക് സ്പൈറൽ മാതിരി ചെയ്തെടുക്കാം. ഇതേപോലെ ചുറ്റി ചുറ്റി എടുക്കണം. ഇതുമാതിരി കുഞ്ഞ് സ്പ്രിങ് മാതിരി ഇത് വരും. ഇതുമാതിരി ഉണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അതിനുശേഷം എക്സ്ട്രാ ഉള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ വരത്തില്ല, അവിടെ തന്നെ നിന്നോളും. ഈ സൈഡ് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. രണ്ടും ഏകദേശം ഒരേ അളവ് ആണോ നോക്കിയിട്ട് ചെയ്യണം.
എക്സ്ട്രാ ഉള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വയർ വേണമെങ്കിൽ ഇട്ടാൽ മതി, കാരണം ഇതൊരുപാട് ഇങ്ങനെ താഴോട്ട് വരത്തില്ല. കുറച്ച് ലൂസാക്കി തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതുപോലെ ആർട്ടിസ്റ്റിക് വയർ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യണ്ട, ഓപ്ഷനിലാണ്. അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഇതുകൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഫസ്റ്റ് ഇയറിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് കോളേജിലൊക്കെ നിങ്ങൾക്ക് ചുരിദാറിൻ്റെ കൂടോ അല്ലാതെ നിങ്ങൾക്ക് ടോപ്പോ എന്ത് വേണമെങ്കിലും ഇടുമ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. നല്ല രസമുണ്ട് ആക്ച്വലി. നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ കുറച്ച് ഷെൽസും കുറച്ച് മുത്തും മാത്രം മതി. ഷെല്ലൊക്കെ നിങ്ങൾക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇയറിംഗ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മൾട്ടി കളർ ബീഡാണ് എടുത്തിട്ടുള്ളത്. ഇത് മീഷോയിൽ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതേപോലെ കുറേ കളേഴ്സ് കിട്ടും. നമുക്ക് ഇതാണ് വേണ്ടുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഡിസൈനുള്ള നമ്മുടെ റിങ് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ജംപ് റിങ്സ് ആണ് വേണ്ടുന്നത്. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഇത് ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കളർ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീന്, യെല്ലോ, ബ്ലൂ, ഓറഞ്ച്. നമുക്ക് എത്ര ഇതേപോലെ റിങ് ഉണ്ടോ അതിനകത്ത് ഇട്ട് കൊടുക്കാം. 1 2 3 4 5 7. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുത്ത് നോക്കാം. ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ കൂടെ എടുക്കണം, ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇതുപോലെ കിടക്കണം. എത്ര റിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ അത്രയും റിങ്ങിൽ ഞാനിത് ഇട്ട് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ. സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇതും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കമ്മൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇത് ഏറ്റവും സിമ്പിളാണ് കൂട്ടത്തിൽ, കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതിനകത്ത് ജംപ് റിങ്സ് വഴി ഇത് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇത് കാണാനും ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഇതുപോലെ റെഡിമെയ്ഡ് കിട്ടിയില്ലെങ്കിൽ ഞാനിത് ചെയ്യുന്ന വിധം പറഞ്ഞു തരാം. കാരണം ഇത് നമുക്ക് നല്ല കട്ടിയുള്ള ആർട്ടിസ്റ്റിക് വയർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ മതി, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കമ്മൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സിൽവർ കളറുള്ള റിങ്ങാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് വലുതായതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ട് ചെയ്താൽ കളയുവാണ്. എന്നിട്ട് ഇത് കുറച്ച് അകത്തോട്ട് വെച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഒരു സൈഡ് ഇതുപോലെ ലൂപ്പ് കണക്കാക്കി ഇപ്പുറത്തെ സൈഡ് നമുക്ക് ചെറിയൊരു ലൂപ്പ് മാതിരി ആക്കാം. അങ്ങനെ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിൽവർ കളറുള്ള ആർട്ടിസ്റ്റിക് വയർ എടുക്കാം. ഇനി നമുക്കിത് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ
ഇതുപോലെ റിങ്ങും എടുത്തിട്ടുണ്ട്, ആർട്ടിസ്റ്റിക് വയറും എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബീഡ്സ് എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഇതുപോലെ മുത്തെടുത്തിട്ടുണ്ട് വെള്ള കളറിൽ. നിങ്ങൾക്ക് ഏത് കളറും എടുക്കാം. ഇനി നമുക്ക് ഈ ആർട്ടിസ്റ്റിക് വയർ ഇതിൻ്റെ അറ്റത്തേക്ക് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുത്തിട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടതിന് ശേഷം അത് സൈഡിൽ ഇതുപോലെ നിൽക്കണം. എന്നിട്ട് വീണ്ടും നമുക്കിതുപോലെ ചുറ്റിയെടുക്കാം. ഇതുപോലെ നിൽക്കണം. ഒരു 3 ചുറ്റലൊക്കെ ചുറ്റിയാകുമ്പോഴത്തേന് അടുത്ത ഒരെണ്ണം ഇട്ട് കൊടുക്കുക. അടുപ്പിച്ചടുപ്പിച്ച് മുത്തുകൾ വെച്ച് ചെയ്യണം. ഇത് ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ വയർ തീർന്നു പോയി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ആ 2 എണ്ണവും കൂടെ ഫിക്സ് ചെയ്യാം. പ്ലെയർ വെച്ചിട്ട് എന്നിട്ട് സെറ്റ് ചെയ്താക്കാം. ഇത് ഏകദേശം ഇങ്ങനെ കിട്ടും. ഇതിന് ശേഷം നമുക്കിതുപോലൊരു ടിയർ ഡ്രോപ്പിൻ്റെ ഒരു മുത്തെടുക്കാം. അതിലേക്ക് ഇതുപോലെ ഹെഡ് പിൻ കടത്തി കൊടുക്കാം. കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പ്ലെയർ വെച്ചിട്ട് ഒരു ലൂപ്പ് ചെയ്തെടുക്കാം. ഇനി ജംപ് റിങ്സ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഏകദേശം ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇവിടെ നമ്മൾ 2 ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കുറച്ച് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഈ അറ്റം ഇതിലേക്ക് വെച്ച് ക്ലോസ് ചെയ്യാം. ഇതുപോലെ വെച്ചിട്ട് ഇത് കുറച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു ജംപ് റിങ്സ് എടുത്തിട്ട് അതിലേക്കൊരു ഇയർ വയർ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കിട്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ ഇത് സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ഈ 3 കമ്മലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറയണേ. അപ്പോൾ സിമ്പിളായിട്ട് സെറ്റായി കിട്ടും. നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ ജോഡിയൂടെ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ റിങ് കമ്മൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഈ മുത്ത് ഞാൻ ഭയങ്കര വലുതാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര വലുതായിട്ട് നമ്മൾ കാതയിലിടുമ്പോൾ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുത്തിന് പകരം ചെറിയ മുത്ത് യൂസ് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാവും. ഇത് ശരിക്കും അടിപൊളിയാണ് കാണാൻ, നല്ല സൂപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ 3 ഇയറിങ്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ വേറെ ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിത് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.